CPI നേതാവും തൃശൂർ MLAയുമായ പി ബാലചന്ദ്രന്റെ ഈ FB പോസ്റ്റ് എല്ലാവരും ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: രാമൻ ഒരു സാധുവാണ്. കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല. ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു. ചേട്ടത്തി സീത 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട അതിന് കറി വെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കി ഇരിക്കുകയാണ്. സീത പറഞ്ഞു, ഡാ തെണ്ടി, നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക. എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ. എന്നിങ്ങനെയാണ് MLAയുടെ പോസ്റ്റ്. കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? മതഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും പിതൃശൂന്യരായ ഇക്കൂട്ടർ വ്യഭിചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. സ്വത്വബോധവും തലയ്ക്ക് വെളിവുമില്ലാത്ത കുറെ അണികൾ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ എന്തുമാവാമെന്ന ധാർഷ്ട്യം. ഇതുപോലെ വൃത്തികെട്ട ഒരു ജനപ്രതിനിധിയെയും അവന്റെ പാർട്ടിയെയും ചുമക്കാൻ അവസരമുണ്ടാക്കിയവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. MLAയുടെ പോസ്റ്റിനെതിരെ കടുത്ത പ്രതിഷേധവുമായി BJP രംഗത്ത് വന്നു. തുടർന്ന് അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെയാണ് രാമായണത്തെയും കഥാപാത്രങ്ങളെയും അധിക്ഷേപിച്ച് MLA രംഗത്തെത്തിയത്. പ്രാണപ്രതിഷ്ഠയിലെ വമ്പിച്ച ജനപങ്കാളിത്തം കമ്മ്യൂണിസ്റ്റുകളെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. അയോധ്യക്കെതിരെ നിരന്തരം അധിക്ഷേപങ്ങൾ നടത്തിയിരുന്നവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. മറ്റു മതവിശ്വാസങ്ങളെ പുകഴ്ത്തുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഹൈന്ദവ വിശ്വാസങ്ങളെ നിരന്തരം അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. സ്പീക്കർ AN ഷംസീർ നടത്തിയ ഗണപതി നിന്ദ അതിന് തെളിവാണ്. ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഷംസീർ ഇസ്ലാം പ്രോഗ്രസീവ് മതമാണ് എന്ന് പുകഴ്ത്താനും മറന്നില്ല. രാമക്ഷേത്ര നിർമ്മാണത്തോടെ ഹൈന്ദവ ജനതയ്ക്കുണ്ടായിരുന്ന ഉണർവ് കമ്മ്യൂണിസ്റ്റുകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നാനാ തുറകളിൽ നിന്നുള്ള വ്യക്തികളാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തത്. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ആഘോഷ ലഹരിയിലായിരുന്നു. ബഹുഭൂരിഭാഗം ഹൈന്ദവ ഭവനങ്ങളിലും അമ്മമാർ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനകളിൽ മുഴുകി. ബാലകരാമന്റെ ചിത്രം പങ്കുവച്ച് സെലിബ്രിറ്റികളും രംഗത്തെത്തി. ഇതെല്ലാം കണ്ട് വിറളി പൂണ്ടിരിക്കുകയാണ് കേരള സർക്കാരും ബുദ്ധിജീവികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളും. തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകി തുടങ്ങിയോ എന്ന ഭയപ്പാടിലാണവർ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അവർ രാമനെയും രാമായണത്തെയും അവഹേളിച്ചു കൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ്.com സബ്സ്ക്രൈബ് ചെയ്യുക.